എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിതാ ഞങ്ങൾക്ക് മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ, മത്തി. അപ്പം അത് പൊരിക്കാനുള്ളത് കുഴക്കുകയാണ്. കറി വെക്കാനുള്ളത് നോക്കണം. രാവിലെ തന്നെ മീൻകറി വെക്കാം. ഇവിടെ ഇഡ്ഡലിക്കൊക്കെ മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് ഇഡ്ഡലിയും മത്തിക്കറിയും. പൊരിക്കാനുള്ളത് കുഴച്ച് വെക്കാം. ഇതാണ് മാറ്റി വെച്ചാൽ ഇതിൻ്റെ പണി കഴിഞ്ഞല്ലോ. ഓക്കെ, പുളി വെച്ച് വെക്കട്ടെ. ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കുന്നത് വരെ പുളിവെള്ളത്തിൽ കിടക്കട്ടെ കുറച്ച് നേരം. മീൻ അല്ലെങ്കിൽ ഇവിടുത്തെ മീനെ വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാവർക്കും സുഖല്ലേ? മെയിനായിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ഈ ഉള്ളി നന്നാക്കലാണ്. ചെറിയ ഉള്ളി ഇഡ്ഡലി ആകുന്നുണ്ട്. ചെറിയ ഉള്ളി നന്നാക്കാനാണ് പ്രയാസം. നന്നാക്കി കഴിഞ്ഞാൽ വേഗം പണി. ഇവിടെ നമ്മൾ ഇഡ്ഡലിക്ക് സാമ്പാർ ചട്നിയൊക്കെ അല്ലേ കൂടുതലായിട്ടൊക്കെ ഇതൊക്കെ. ഇവിടെ ഉള്ളവർക്കൊക്കെ മീൻ കറി ചിക്കൻ കറിയൊക്കെയാണ് ഇഡ്ഡലിക്ക് മാച്ചായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായി മീൻ അങ്ങനെ ഞങ്ങൾ വാങ്ങലില്ലേ. അപ്പോൾ ഇന്ന് ഏട്ടൻ പറഞ്ഞു നല്ല മീൻ വാങ്ങാമെന്ന് പറഞ്ഞു. മത്തി ഇവിടെ ആ ഒരു ഭയങ്കര ഒരു കൂർപ്പുള്ള പോലത്തെ ഒരു മത്തി, മുള്ളു തോനുള്ള ആ മത്തിയാണ് ഇവിടെ കിട്ടല്. അതുകൊണ്ട് മത്തി വാങ്ങിയേ വേണ്ടാന്ന് പറയില്ല ഞാൻ. കുറേ മുന്നേ വാങ്ങിയപ്പോൾ മീനെല്ലാം ഉടഞ്ഞു പോയിട്ട് എന്തോ ഒരു മാതിരിയായി പോയി. കറി വെച്ചപ്പോൾ എനിക്കെന്നെ സങ്കടമാകും. നമ്മൾ നാട്ടിലുള്ള മത്തിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഒരു ടെൻഷനും ഇല്ല. വേഗം ഒരു 2 പച്ചമുളകും 2 തക്കാളിയൊക്കെ മുറിച്ചിട്ടിട്ട് സിമ്പിളായിട്ട് കറി വയ്ക്കാം. പക്ഷെ ഇവിടുത്തെ മീനിന് വലിയൊരു ഇതില്ല. അപ്പം അതിൻ്റെ ഇതൊക്കെ നല്ല പോലെ തന്നെ ആക്കിയിട്ട് വെച്ചാലല്ലേ ശരിയാവുള്ളൂ. അന്നേരം ഇന്ന് നല്ല മത്തിയാണെന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത് പറഞ്ഞു എന്നോട്.
പീടിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്നിടത്തുനിന്ന് നല്ല മത്തിയുണ്ട് അത് വാങ്ങട്ടെ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എന്നാൽ ശരി വാങ്ങിക്കോളി എന്നാണ്. അങ്ങനെയാണ് മത്തി ഇവിടേക്ക് വന്നത് കേട്ടോ. പിന്നെ അതിനെ ഒരു സൂപ്പറായിട്ടുള്ള കറിയാക്കിയിട്ട് കൊടുക്കണ്ടേ നമ്മൾ. അതിൻ്റെ ഇതാണ് ഉള്ളി നന്നാക്കി കഴിഞ്ഞാലാണ് എൻ്റെ പകുതി പണി കഴിയും. ഇതിലും കൂടുതൽ ഉള്ളി എടുക്കലുണ്ട്, പക്ഷെ ഇന്നത് മതി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലേ?